അങ്കിള് നോക്കിക്കോ, കല്യാണം കഴിഞ്ഞ് അമേരിക്ക പോകുന്നതിന് മുമ്പ് അങ്കിളിനെ ഞാൻ നടക്കിയിരുത്തും. നടക്കിരുത്തോ? നടത്തിയിരിക്കും. ഇത് മണിയപ്പന്റെ വാക്കാ. മണിയപ്പൻ? മണി പോലെ വിശ്വസിച്ചോ, മണികളുടെ സ്വാമിയാണ് സത്യം. സ്വാമിയേ മോൾ ഇതെങ്ങോട്ടാ ബാഗുമായിട്ട്? അത് ലോണ്ടറിക്ക് തുണി കൊടുക്കാൻ. എന്റെ മോളെ അതൊന്ന് വിളിച്ചു പറഞ്ഞാ പോരെ, അവര് വന്ന് കളക്ട് ചെയ്തോളും. ഇത്രയും നാൾ അലഞ്ഞു, ഇനി വേണ്ട. അച്ഛനുണ്ട് ഇവിടെ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ. കൃഷ്ണ, താനിതെവിടെയായിരുന്നു? താനിവിടെ ഉണ്ടായിട്ടാണോ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇങ്ങോട്ടാ പോകുന്ന വഴിക്ക് ലോണ്ടറി കൊടുക്കാം. താനെന്താണോ നോക്കിക്കണേ? ഡോക്ടർ അവിടെ കാത്തിരിക്കുക. ശാലു അകത്തേക്ക് പൊയ്ക്കോ. വണ്ടി എടുക്ക. വേട്ടെ, ഞാനും കൂടെ വരണോ? നിന്റെ ഒരു കണ്ണ് വേണം. അത് ഞാൻ ഏറ്റു. ഇവിടെ തന്നെ ഉണ്ട്. ഞാനും വരട്ടെയോ നീ കൂടെ. പുറത്തിറങ്ങിയത് അയ്യോ, സംഭവം കുഴഞ്ഞല്ലോ. സ്വീറ്റി, കുരിശ്. ഇനി എന്ത് ചെയ്യാൻ? ഐഡിയ. ഇവിടെ നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ. അതാ എന്റെ പേടി. എന്തിനു പേടിക്കണം? ഇളം മന്ദമാരുതൻ, ഇളം മഞ്ഞവയിൽ, എവിടുന്നോ ഒരിളം മണമടിക്കുന്നത് പ്രിയ ശ്രവിക്കുന്നില്ലേ? എന്ത് മണം? പാലപ്പൂ മണം. അത് കിച്ചണിൽ നിന്നുള്ള വേസ്റ്റിന്റെ സ്മെല്ലാ. ആണോ? അതെ, കല്യാണ സമയമാകുമ്പോ ഡാഡി മമ്മിയൊക്കെ അമേരിക്കന്ന് വരും പണ്ടാരോടങ്ങാൻ. അതിനു മുമ്പ് വഞ്ചി കരയിലടിപ്പിക്കണം, അല്ലെങ്കിൽ ഈ കണ്ടതെല്ലാം കൈവിട്ടു പോവും. എനിക്ക് മനസ്സിലാവണില്ല. ശാലുവിന് എന്നോട് ഇഷ്ടമല്ലേ? എന്താ സംശയമുണ്ടോ? എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ വെളുപ്പിന് 4:30 കഴിഞ്ഞാൽ ബ്രഹ്മമൂത്രമാണ്. അതോ ശാന്തി മൂത്രമാണ്? ബ്രഹ്മമുഹൂർത്തമാണ്. അപ്പോ വെളുപ്പിന് 4:30 ഞാൻ വരും, നീ കാത്തിരിക്കണം. എനിക്ക് പേടിയോ? എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്റെ പരദൈവങ്ങളെ, സൂത്രക്കാരെ, നിന്നെ ഞാൻ. അതെ, ഞാൻ ജയരാമേട്ടാ രക്ഷപ്പെട്ടു. മോള് വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം ടെറസിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നോ? ഇല്ല. അല്ല, കിണറ്റിലെന്തോ വീഴുന്ന ഒച്ച കേട്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. ഒരിക്കലും കൈവിടില്ല. ഒരുറപ്പിന് വേണ്ടി മറ്റേ കൈയും കൂടെ പിടിച്ചു. നിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് മതി കയറ്റം. കേറി വന്നിട്ട് പോരെ സാറേ? പോരാ. എന്നാ പെട്ടെന്ന് പറ സാറേ. കൈ വിട്ടെങ്ങാനും താഴേക്ക് പോയാ പിന്നെ എന്റെ പൊടി പോലും കാളിയേ. അതെ, സാറിന് എന്നോട് പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞാ പോരെ? പറഞ്ഞു നോക്ക്. ഞാൻ ചെയ്തതൊക്കെ തെറ്റ്, ചെയ്തോണ്ടിരിക്കുന്നത് തെറ്റ്, ഇനി ചെയ്യാൻ പോണത് തെറ്റ്. തെറ്റ് ചെയ്യാൻ കാരണം? അതെ, ഈ സെറ്റപ്പും വീടും പിന്നെ പെണ്ണിനെ കൂടെ കണ്ടപ്പോ കണ്ണു തള്ളിപ്പോയി സാറ്. എന്റെ ഭാര്യയും പിള്ളേരും ആളെ സത്യം. കേറി വന്നാലുടനെ ഞാൻ സ്ഥലം വിട്ടോളാം. ഇനി വാക്ക് മാറ്റില്ല? ഇല്ല. ഉറപ്പ്? വാക്ക് മാറ്റില്ല സാറേ. ഒന്ന് കേറ്റി വിട് സാറേ. വിട് സാറേ. എന്നാ ഇനി ഒട്ടും വൈകണ്ട, വിട്ടു. എങ്ങോട്ട്? അങ്ങനെ പോകാൻ പറ്റുമോ സാറേ? ഞാൻ ഗണപതി സാറിന്റെ ഭാവി വരുമോന്നല്ലേ? അല്ലേ, ഇതാര്? സാക്ഷാൽ ജയരാമൻ ഫ്രം USA. എന്താ സംശയമുണ്ടോ? ഈ ആൾമാറട്ട കളിക്ക് നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇയാളോട് ക്ഷമിച്ചു. പക്ഷേ തന്നെ പോലൊരു മൂന്നാം കിട സ്കൗണ്ടറിനെ എനിക്ക് പകരം വെച്ചതിന് ഒരിക്കലും മാപ്പില്ല. പാവം ഗണപതിയങ്ങള്, നിന്നെ പോലൊരു ഫ്രോഡിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ആ മനുഷ്യന് പോലീസിനെ ഇങ്ങോട്ട് വരുത്തണോ അതോ താനിപ്പോ ഇവിടെ ഇറങ്ങുന്നോ? വേരട്ട് മണിയപ്പനോടും അല്ല, പോലീസ് സ്റ്റേഷൻ ജയിലും ഒക്കെ അച്ചുവീട് പോലെ മണിയപ്പന് ഇടയ്ക്കൊക്കെ കയറി ഇറങ്ങുന്നത് ഒരു രസാ. ഇപ്പോഴാളെ കൃഷ്ണസാറും ഉണ്ടല്ലോ കൂട്ടിന്. ഇദ്ദേഹമാണല്ലേ ഈ കളിയുടെയൊക്കെ സൂത്രധാരൻ. വിളിക്ക് സാറേ പോലീസിനെ. അപ്പൊ നീ സ്വമേധ ഇവിടെ നിന്ന് ഇറങ്ങില്ല?
വൺ വേ ആ. അങ്ങോട്ടേ പാടുള്ളൂ. ഓഹോ. തിരിച്ച് നോ എൻട്രി. ആ. കൃഷ്ണ ഓ എന്താ ഇത്? പുറത്തുനിന്ന് ഏതോ ഒരുത്തം വന്ന് നമ്മുടെ ജയറാമിനെ തല്ലുന്നത് നോക്കി നിൽക്കുവാണോ കൃഷ്ണ നീ? അങ്കിളെ ഇത് തല്ലൊന്നുമല്ല. പിന്നെ? ഇതെന്റെ പഴയ കൂട്ടുകാരനാ മണിയപ്പൻ. കുറച്ച് ദിവസമായുള്ള നാട്ടിൽ വന്നിട്ട് എന്റെ പഴയ സ്റ്റാമിന എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പിടിച്ചു നോക്കാറുണ്ട്. ഇല്ലടാ മണിയപ്പ? അതിശയം തന്നെ. ആ, ഇതാണ് ഗണപതി അങ്കിൾ, എന്റെ അമ്മായിപ്പൻ, മൈ ഫാദർ ലോ. ഹൃദയത്തിൽ ഒരുപാട് തുളയുള്ളതുകൊണ്ട് ഞങ്ങൾ അയാളെ വളരെ സൂക്ഷിച്ചാ കൊണ്ട് നടക്കുന്നത്. ചെറിയ ഷോക്ക് മതിയുടെ ആള് തട്ടിപ്പോവും. അല്ലടാ കൃഷ, അമേരിക്കയിൽ എവിടെയാണ് മണിയപ്പൻ? പറഞ്ഞു കൊണ്ടാ അങ്ങോട്ട്. കാലിഫോർണിയയിലാ. വെരി ഗുഡ് അങ്കിൾ. ആ, എന്താ അവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വരൂ, നമുക്ക് വിശാലമായിട്ടൊന്ന് കൂടിയിട്ട് പോവാം. കൃഷ്ണ, ഷെഫി, ആ പഴയ പച്ചക്കുപ്പി. അല്ല, തിരിച്ചു പോകാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ കയറിയത്. ഫ്ലൈറ്റിന് സമയമായി. ഇനി ഒരിക്കലാവാം. ആ, കറക്റ്റ് കറക്റ്റ്. തിരക്കില്ലായിരുന്നെങ്കിൽ കല്യാണമൊക്കെ കൂടിയിട്ട് പോവായിരുന്നു മണിയപ്പന്. എന്റെ ആഗ്രഹം അതായിരുന്നടാ മണിയപ്പ. എന്റെ ആഗ്രഹം വരട്ടടാ ജയറാമ. എന്തൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഈശ്വര. എടാ, ഈ ബ്രാഹ്മ മുഹൂർത്തം എന്താണെന്ന് വെച്ചാൽ നിനക്കറിയോ? പിന്നെ എന്താ? അവര് ബ്രാഹ്മണന്മാരെല്ലാം കൂടെ പാതിരാക്കി ഒരുമിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഇതൊന്നും അല്ല. എന്റെ ബലമായ സംശയം ഇതെന്തോ പൂജയാന്ന. പൂജ? ആ, എന്ത് പൂജ? എടാ, അവളെ മയക്കെടുക്കാൻ. എനിക്കത് തന്നെ തോന്നി. നമുക്ക് ഗണപതി സാറിനോട് ചോദിച്ചാലോ? എടാ, അതിന് അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാൻ പറ്റുമോ? പിന്നെ അദ്ദേഹം അമേരിക്കയിലായിരുന്നില്ലേ? അറിയാതിരിക്കൂ. അങ്ങേരും വന്ന് കാണട്ടെ. എടാ, അതിനൊന്നും സമയമില്ല. ഇനിയിപ്പൊ അങ്ങേരെ അറിഞ്ഞ അങ്ങേരെ എടുത്തോണ്ട് മുകളിലോട്ടൊക്കെ പോയി ചെല്ലുമ്പോഴത്തേനെ അവൻ കയറി വേഷ മുഹൂർത്തം കാണിച്ചിട്ട് അങ്ങ് പോകും. നീ ഇങ്ങോട്ട് മാറ്. മനുഷ്യന് അഹങ്കാരം പാടില്ല. ഒരു 916 അടി പൊക്കം വെച്ചോണ്ട് നീ ഇവിടെ നിന്ന് നോക്ക്. ഞാൻ മര്യാദയ്ക്ക് കയറി പോയി നോക്കാം. ഞാൻ ഒന്നും അത് ഇതിന്റെ ലൈവ് കണ്ടിട്ടില്ല. വെള്ളിക്കിണ്ണം തങ്ക കൈകളിൽ മുത്തു പുന്നരേ അന്ത കൺകളിൽ വൈരസിലൈതാനന്ദൻ പക്കത്തിൽ രാജാവിൻ பார்வை ராணியின் பக்கம். കുളിരാട് കുളിരടി കുറുമ്പക്കാട്. ഇതെവിടെ പോയത്? ഇപ്പൊ ശരിയാക്കി തരാടാ മണിയപ്പ. ഇതൊന്ന് കിട്ടിക്കോട്ടെ. ഇപ്പൊ എന്താ എളിയാ? ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ട മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് ലസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ ലസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലേക്ക് ഊതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്റ്റ് ചെയ്ത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അലിയാ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പാങ്ക് കൊടുക്കുന്നത് പിന്നെ ശിരസിൽ കയറിയ പള്ളിമണി അടിക്കാൻ പറ്റുവാണ്. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ
ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ. അയ്യോ ഇരിക്കടാ അവിടെ, ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിലിറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനങ്ങല്ലേ, ഈ മൺകിരിയുടെ തലേന്നൊന്നും ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണ്ണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച്. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്തായി കാണിക്കുന്നത്? നമുക്ക് കോംപ്രമൈസ്. അടി കോംപ്രമൈസ് ഇല്ല. അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് വരച്ചിട്ടില്ല. ഈ റൗഡി ഭാസ്കരൻ പുലിയാടാ, പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകൂടാ. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. ജയരാമൻ വലിയ കോടീശ്വരൻ. എന്റെ മോക്കാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. അതുകൊണ്ട് ജയരാമൻ വരുന്നതിന് മുമ്പ് എന്റെ സകല സ്വത്തുക്കളും മോളുടെ പേരിലാക്കാൻ പോവാ. ഒന്നുമില്ലാത്ത എന്റെ മോളെ അയാൾ താലി കെട്ടേണ്ടി വരരുത്. അതിനുള്ള ഏർപ്പാടുകളൊക്കെ കൃഷ്ണൻ തന്നെ ചെയ്യണം. അധികം സമയമില്ല. ഗുളിയൻ മാറട്ടെ. ഗുളികനോ? അതാരാ? ശാലുവിനിപ്പോ ശനിയാ. ശരിയല്ല, സമയം ശരിയല്ല. സമയം ശരിയല്ലെങ്കിൽ 10-20 വർഷമായിട്ട് തേടി നടന്നതിന്റെ അച്ഛൻ എനിക്ക് കിട്ടുമോ? അത് ശരിയാ. പക്ഷെ അപകാരം ഉണ്ടല്ലോ. എന്തോന്നോ? അതായത് ഇത് ശനി, ഇത് ശുക്രൻ. ഈ ശനിയുടെ ഒരു നോട്ടം കണ്ടോ? നോട്ടത്തിന്റെ പെസക കണ്ടോ? പിന്നെ സാറിന് ഇപ്പൊ ശനിയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ശനി ശുക്രന്റെ പിന്നിൽ മറഞ്ഞു. 1 വർഷം കഴിയുമ്പോ അങ്ങ് മറയും. അതുവരെ ശാലുവിന്റെ പേരിൽ നമ്മൾ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല സാർ. ചെയ്താ കൈമോശം വരും. ജോത്സ്യം എന്ന് പറയുന്നത് സത്യമാണ് സാർ. അല്ലടാ? പിന്നെ ജോത്സ്യം അച്ചപ്പല്ലേ? അല്ല, അച്ചട്ടല്ലേ? അല്ല കൃഷ്ണ, ഈ ശനിയുടെ അപഹാരം കഴിച്ചെഴുതാമല്ലോ. എഴുതണം. എഴുതിയില്ലെങ്കിൽ കുഴപ്പമോ? ആശ്വാസായി. അല്ല, കൃഷ്ണന് ജ്യോത്സ്യത്തിലൊക്കെ നല്ല വശമല്ലേ? തനിക്ക് അത്ര വിശ്വാസം ആയതുകൊണ്ട് എഴുത്തൊക്കെ 1 വർഷം കഴിഞ്ഞു മതി. അതുവരെ ഭഗവാൻ എനിക്ക് ആയുസ് തന്നാ മതി. പിന്നെ കൃഷ്ണ, തിങ്കളാഴ്ച കൃഷ്ണൻ തന്നെ എയർപോർട്ടിൽ പോയി ജയറാമിനെ കൂട്ടിക്കൊണ്ട് വരണം. എന്താ? കൃഷ്ണ, നമ്മുടെ ഔട്ട് ഹൗസ് ഒക്കെ ആകെ വൃത്തികേടായി കിടക്കുക. അതിനെന്താ, അത് വൃത്തിയാക്കിക്കളയാം. വൃത്തിയാക്കിയിട്ട് കൃഷ്ണൻ അങ്ങോട്ട് മാറിക്കോളൂ. ഒപ്പൽ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ.
സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്. ഇനി സംഭവിക്കാൻ പോകുന്നതും ദൈവമേ. ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത് കൊള്ളാം. പിടിച്ചേ വേഗം പിടിക്കും. എല്ലാം നല്ല കണ്ണാടി പോലെ തിളങ്ങണം. നിന്റെ മുഖവാടി ആദ്യം വൃത്തിയാക്കേണ്ടത്. എന്നിട്ട് നിന്റെ വൃത്തികെട്ട മറ്റേ മുഖം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കാണിച്ചു കൊടുക്കും. അയ്യോടാ, എന്നിട്ട് എന്താ അങ്ങനെ ചെയ്യാഞ്ഞേ? ഏത് നിമിഷവും നീ അത് പ്രതീക്ഷിച്ചോ? പെട്ടെന്ന് വേണം. ഇപ്പോ ബംഗ്ലാവിന് നേരെ ഔട്ട് ഹൗസിലേക്ക് ആയിട്ടുള്ളൂ. ഇനി ഔട്ട് ഹൗസിന് നേരെ തെരുവിലേക്കാ. അതിനു മുമ്പ് നമ്മളത് അറിയിച്ചില്ലെങ്കിലേ ഞാൻ തന്നെ ഗണപതിയോട് അങ്ങ് ചെന്ന് പറയും. മോളെ കൊണ്ടുവന്ന വിശേഷങ്ങളൊക്കെ പറയട്ടെ. പക്ഷേ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാലും അദ്ദേഹം അത് വിശ്വസിക്കുമെന്നാ എന്റെ സംശയം. വിശ്വസ്തരായ ജോലിക്കാര് മോളെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, അദ്ദേഹം അത് സ്വീകരിക്കുന്നു, അസുഖം മാറുന്നു. വന്ന് ഇപ്പൊ എനിക്കൊരു സംശയം, ഞാൻ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ മോളെന്ന്. സത്യം, ഒരച്ഛൻ മകളെ വിളിക്കുന്നത് കേട്ടില്ലേ? പോട്ടെ, ബൈ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ല. ധ്വജപ്രതിഷ്ഠാ കർമ്മം ഈശ്വരൻ നമ്പൂതിരി, കോടാമ്പുഴ ക്ഷേത്ര മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി. നിന്റെ വൈകുണ്ഠവാസം അവസാനിപ്പിക്കാൻ ദൈവമായിട്ട് എനിക്കൊരു വഴി കാണിച്ചു തന്നു. കൂടിപ്പോയ 1, 2 വേണ്ട 10 മണിക്കൂർ അതിനുള്ളിൽ ഗണപതി സാറിന്റെ ഒറിജിനൽ ഭാര്യയും നല്ല ഒന്നാന്തരം മോളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് നിന്നെയും കൂടെ നിർത്തിയിട്ട് ഞാൻ പറയും, ഇത് ഒറിജിനൽ, ഇത് വ്യാജൻ. അതെ, നിന്നെ എനിക്ക് തീരെ അങ്ങോട്ട് വിശ്വാസം പോരാ. ഞാനില്ലാത്ത തക്കം നോക്കി വൈകുണ്ഠം നീ മൊത്തത്തിലങ്ങ് വിഴുങ്ങും. അതുകൊണ്ട് ഈ കെട്ടിലൊതുങ്ങി പൊന്നുമോള് സുഖമായിട്ട് ഇവിടെ ഇരിക്കേ, അല്ല നിക്കി. ശബ്ദിച്ചു പോകരുത്. ഉടമട്ടി കാലടിക്കും. ചെണ്ട് തിന്നാൻ വന്നവനെ നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. വെക്കവിടുന്ന്. മൂപ്പർക്ക് തുന്നാനൊന്നും അറിയില്ല. പെണ്ണുങ്ങളൊന്നും ഇവിടെ കൊടുക്കില്ല. തലേണര പോലെയാ തുന്ന. ഓ, തലേണവർ പോലെയാ തുന്ന. മമ്മദിക്ക എത്ര നേരമായിട്ട് കാത്തിരിക്കണു. പൊന്നാനി കൊണ്ട് തുന്നിക്കാന്ന് വിചാരിച്ചാ. ഇനി പൊന്നാനിക്കൊന്നും പോകണ്ട. മൂപ്പര് കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നതാ. അസലായിട്ട് തുന്നി. ഇത് പോക്ക നിക്കാഹിനുള്ള കുപ്പായങ്ങളാ. അടുത്ത ആഴ്ച തന്നെ തരണം. ഓ, അളവതലുണ്ട്. എന്നാ ഞമ്മള് പോട്ടെ. അല്ല, എന്താ എന്റെ പേര്? അസീസ്. എന്താ നോണ പറഞ്ഞേ? കോഴിക്കോട്ടുണ്ടായിരുന്നൊക്കെ പബ്ലിസിറ്റി ആവട്ടെന്നും നിങ്ങൾക്ക് നിന്ന് തിരിയാ സമയം കിട്ടൂല. കല്യാണക്കുപ്പായാണല്ലോ. ജമീലാന്റെ ആയിരിക്കുമല്ലേ? അനക്ക് കോളടിച്ചല്ലോ അസീസേ. എന്താ തുന്നാൻ അറിയോ? തുന്നിച്ചു നോക്കിയാൽ അറിയാ. തുന്നിച്ചു നോക്കാൻ തന്നെ വന്നത്. ഇതാ ഒരു ടെസ്റ്റ് കേസ്. ഇഷ്ടപ്പെട്ട ദേ പബ്ലിസിറ്റിയിൽ എന്നെ തോൽപ്പിക്കാനാവില്ല. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിൽക്കും. എന്നാ ഞമ്മടെ വീഡിയോന്റെ കൂടെ ഒന്ന്. അത് വേണ്ട. ജാമ്പവാന്റെ കാലത്ത് മേടിച്ച സാധനങ്ങളല്ലേ ജബ്ബാറിന്റെ പീടികയില്. ഒന്ന് വാരാ ചേച്ചി. ഓ, എന്താ ഓളുടെ നാവ്. ആരാ? ഞമ്മടെ ചായപ്പീടിയക്കാരൻ കുഞ്ഞിക്കണ്ണനാരുടെ മോളാണ്. ഓ, ഇവിടൊക്കെ ജബർക്ക് രാവിലെ തന്നെ നീ കൂടി വരണ പരപ്പനങ്ങാടിക്ക് പെണ്ണ് കാണാനാ. അല്ലാ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഈ വേഗം ഒന്ന് പുറപ്പെടോ. ഞാനില്ല, പീടി തുറക്കണം. കുറെ തുണികൾ തിന്നാനുണ്ട്. അസീസേ, പെണ്ണ് കാണാൻ പോകുമ്പോ കൂടെ ചന്തമില്ലാത്ത ഒരുത്തരെയും കൂടി കൊണ്ടുപോകണം. എന്റെ കൂടെ എന്നെ കാണുമ്പോ ഇന്റെ ഡിമാൻഡ് കൂടും. വേണ്ട ജബർക്ക, ഇനി ഞാൻ കാരണം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങണ്ട. എന്താണ് ഈ പറഞ്ഞത്? ഇനി എന്നെ കണ്ടിട്ട്
വേണ്ട, നിങ്ങളുടെ സംഗതി നടക്കട്ടെ. ഓ, എന്താ എന്റെ വിചാരം? ഞമ്മള് പോവാണ്. ഉച്ചരിഞ്ഞ് വരട്ടെ. ജബാർക്ക, എന്താണ് കുന്നത്തങ്ങാടിന് മുഴുവൻ പരിധിതല്ലേ നിങ്ങള്? അപ്പോ നിന്നോട് ചോദിച്ചാൽ അറിയാലോ. എന്റെ രോഗം ഞമ്മക്ക് പൊടിയിട്ടാ. അനക്ക് എന്താണ്ടോ വേണ്ടത്? ഇവിടെയുള്ള പെമ്പിള്ളേരുടെ ലിസ്റ്റല്ലേ ഞമ്മള് തരാടോ. ഇനി പോവാത്ത ഒറ്റ സ്ഥലേ ഉള്ളൂ, മൂരിയുടെ വീട്. മൂരിയോ? എന്താ ജബാർക്ക? കേരള ബമ്പറടിച്ചാല് അതൊരു ഭാഗ്യമാണെന്ന് നമ്മൾ പറയൂല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണത് അതും ഒരു ഭാഗ്യമാണെന്ന് നമ്മൾ പറയൂല. പക്ഷേ മൂരിയുടെ മോള് ആമീനാനെ നിക്കാഹ് കഴിക്കാന്ന് വെച്ചാല് എന്തേ ഇങ്ങനെ പെണ്ണ് കാണാൻ പോണത്? എങ്ങനെ ഇന്ന് വേണ്ടെന്ന് വെക്ക്. എന്റെ റബ്ബേ, ഓരോ ദിവസം പോകുന്നതോറും വയസ്സ് കൂടിയാണ്. കുടുംബത്തിൽ പോയി കുപ്പായം മാറിയിട്ട് പോവല്ലേ? കുറച്ച് വേണ്ട, കുറച്ച് വരുന്നു. നീ എന്തീ കാണിക്കുന്നേ? ജീവിതത്തിൽ ഇന്നേ വരെ ചിക്കൻ കാല് കാണാത്ത പോലെ. ചിക്കൻ കാലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലത്തെ ഒരു കാല് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്റെ ഈശ്വര, കാല് കൊള്ളാലേ? കൊള്ളാം. ഒരല്പം മൂപ്പ് കൂടുതലാണോ എന്നൊരു സംശയം. കടിച്ചിട്ടങ്ങ് മുറിയണില്ല, നല്ല മൂപ്പ. അയ്യോ, നീ ഇപ്പോഴാ പെണ്ണെ തന്നെ നോക്കിക്കൊണ്ടിരിക്ക? അതല്ലടാ. ഏത്? അവളൊന്നും മുഖത്തേക്ക് പോലും നോക്കണില്ലല്ലോ. അതെ, കുറച്ച് നേരമായിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുക. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു കുട്ടി അല്ല അത്. അതിന് ചേട്ടനെ എങ്ങനെ അറിയാം? ചേട്ടന്റെ ബന്ധത്തിലോ സ്വന്തത്തിലോ ഉള്ള കുട്ടി അങ്ങനെ ആണത്? ആണെങ്കിൽ അല്ലല്ലോ, അല്ലേ? എന്റെ ആരും അല്ല. എന്നാ ചേട്ടൻ കേട്ടോ, ഇവളല്ല, ഇവളുടെ അപ്പുറത്തെ വരെ ഞങ്ങൾ വളച്ചിട്ടുണ്ട്. താനോ? ഞാനല്ല, എന്റെ ഇപ്പുറത്തിരിക്കണ എന്റെ കൂട്ടുകാരൻ. ഭയങ്കര റൊമാൻറ്റിക് ആണ് ഇവൻ. ചേട്ടനറിയോ, ഇവനൊരു പെണ്ണിനെ നോക്കി ഒന്ന് ചിരിക്കുകയോ ഒന്ന് കണ്ണിറുക്കുകയോ ചെയ്താൽ ആ പെണ്ണ് ഇവന്റെ വലയിൽ വീണിരിക്കും. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ വരെ ഇവന്റെ കൂട്ടത്തിൽ ഇറങ്ങി വന്നുള്ള ചരിത്രമുണ്ട്. എന്താടാ, എന്താ പ്രശ്നം? ഒന്നുമില്ലടാ, ആ ചേട്ടൻ വിചാരിക്കണതേ നമ്മളിത് ആ പെണ്ണിനെ വളക്കാനിരിക്കണെന്നാ. അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലാതില്ല. പക്ഷെ എങ്ങനെ? എനിക്കും. പക്ഷെ എങ്ങനെ? അവൾ ഈ ചുറ്റുപാടും നോക്കണ പോലുമില്ല. അവള് നോക്കൂല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ ശരിയാക്കി തരാം. 1, 2, 3. What nonsense are you doing? അതിന് ഞാൻ എന്ത് ചെയ്തു? താനൊന്നും ചെയ്തില്ലേ? താനല്ലേ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഇറച്ചി കൃഷി മത്സരം? ഞാനോ? നീ അനാവശ്യം പറയരുത്. തന്റെ നോട്ടം കണ്ടോ അറിയാം, താൻ തന്നെയാ ചെയ്തത്. അയ്യോ, എന്റെ ചേച്ചിമാര് ഇവനോ ഞാനോ ഒന്നും അല്ലാതെ ചെയ്തത്. ഇയാൾ തന്നെയാ ചെയ്തത്. കുട്ടി കരുതുന്ന പോലെ ഇയാളല്ല ചെയ്തത്. ഞാൻ കണ്ടതാ, ഇവനാ ഡെസ്കിന്റെ അടിയിൽ കൂടെ ഇറച്ചി കഷ്ണം കൊടുത്ത് ആ കുട്ടിയുടെ ദേഹത്തേക്ക് എറിയുന്നു. ചേട്ടാ, വെറുതെ അനാവശ്യം പറയരുത്. സത്യം പറയടാ, നീ എങ്ങനെയാണോ? എടാ, അത് ഞാൻ അതെ, എന്താ പ്രശ്നം? ഇതൊരു കല്യാണ വീടല്ലേ? നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇയാൾ ആ കുട്ടിയുടെ ദേഹത്തേക്ക് ഇറച്ചി കഷ്ണം എടുത്തിട്ടു. അയ്യോ, സത്യമായിട്ട് ഞാനല്ല. അതെ, കുട്ടി ഏതാ? സിംഗപ്പൂരിലെ ഇമാനുവലിന്റെ മോളാ. ഓ, സിംഗപ്പൂരിൽ നിന്ന് വന്ന മാനുവലിന്റെ മോളാണല്ലേ? എന്താ മിസ്റ്റർ ഇത്? നിങ്ങൾ ചെറുക്കൻ്റെ കൂടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അവർക്കല്ലേ അതിന്റെ മോശം? അല്ല, നിങ്ങൾ ആരാണെന്നാ പറഞ്ഞത് കേട്ടോ? ചെറുക്കന്റെ ആൾക്കാരാ. ചെക്കന്റെ ആൾക്കാരോ? ഞാൻ ചെറുക്കന്റെ അപ്പന. നിങ്ങളെ മനസ്സിലായില്ല?
അല്ല ഈ ചെറുക്കന്റെ ആൾക്കാരെന്ന് പറഞ്ഞ ഞങ്ങൾ ഈ പെണ്ണിന്റെ ആൾക്കാരായിട്ട് വരും. പെണ്ണിന്റെ ആര്? ഞാൻ പെണ്ണിന്റെ അപ്പന. കുഴപ്പമായോ? പെണ്ണിന്റെ ആരാണെന്നാ ചോദിച്ചത്? അല്ല അത് പിന്നെ ഈ പെണ്ണിന്റെ ഈ ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സ് എന്താ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. എന്നാലും ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ച ഒട്ടും ശരിയായില്ല കേട്ടോ. നല്ല വിഷമമുണ്ട്. അതെ, ഒട്ടും ശരിയായില്ല. നിങ്ങൾ എങ്ങനെ പോകാൻ വരട്ടെ? മോളെ ഒന്നിങ്ങി വന്നേ. അവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം തീരുമാനിക്കാൻ കാര്യങ്ങൾ. മൊത്തം കൊള്ളാമെന്ന് തോന്നണേ. ആ പെണ്ണും ചെക്കനും വരുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടേ പറ്റൂ. മോളെ നിനക്ക് ഇവരെ അറിയാവോ? നിന്റെ ഫ്രണ്ട്സ് ആണെന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, എനിക്കറിയില്ല. എടീ വഞ്ചകി, നിനക്ക് ഞങ്ങൾ അറിയില്ലല്ലേ? ഇന്നൊരുത്തൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ നിനക്ക് ഞങ്ങൾ ആരുമല്ലാതായി. എന്നറിയില്ലെങ്കിൽ വേണ്ട, പക്ഷേ എന്തിനു ഇവനറിയില്ലെന്ന് നീ പറഞ്ഞ ദൈവം പോലും നിന്നോട് പൊറുക്കില്ലടി, പൊറുക്കില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താണ് അപ്പൊ ഇതൊക്കെ? നിർത്തണേ നിന്റെ അവനെ. 5-6 കൊല്ലം ഈ നിക്കണ എന്റെ പാവം കൂട്ടുകാരനെ സ്നേഹിച്ച് നടന്നിട്ട് നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയും. 5-6 കൊല്ലം ഇവനെ സ്നേഹിച്ച് നടന്നിട്ട് അവസാനം ഒളിച്ചോടി പോകാമെന്ന് പറഞ്ഞ് നീ വന്നപ്പോ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു ജീവിതം വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ ദേഷ്യത്തിന്, ആ വാശിക്കല്ലടി ഈ മണഗുണ 5 പെട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിച്ചത്. ഇപ്പൊ നിനക്ക് ഇവനെ അറിയില്ലല്ലേ? മനു, നിനക്ക് പ്രാന്തായ? എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയരുത്. അനാവശ്യമാണോ അല്ലേന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാടോ. എന്നാ നീ തെളിയിക്കണ? ഞാനല്ല. നിങ്ങളൊരു ശുദ്ധ മനസ്സിലുടമയാണ്. അയ്യോ അതെപ്പോഴായിരുന്നു? നിങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല. അത് പാടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തെളിവ് തരാം. മനു, നീ എന്ത് പെണ്ണാക്ക് തെളിവ് കൊടുക്കാൻ പോണത്? ഞാൻ ആ തെളിവ് കൊടുക്കും. എന്ത് തെളിവ്? കല്യാണ പെണ്ണിന്റെ വലത്തെ മുട്ടുകാലിന് മുകളിൽ ഒരു ചെറിയ കറുത്ത മറുകുണ്ട്. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞമായിരിക്കും? ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനോടും യാതൊരു രഹസ്യവും മറച്ചു വെക്കാറില്ല. അതാണ് സൗഹൃദം. സംശയം ഉണ്ടെങ്കിൽ ചെക്കൻ്റെ അമ്മന് പൊക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ കണ്ടിട്ടുണ്ട് കാര്യം.